എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ട് എതിർ ടീമുകൾ ആരും സന്തോഷിക്കേണ്ട. അസുഖം ആർക്കും പ്രശ്നമാണ് അത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ ഇവിടെ നിന്ന് പോയിട്ട് പേടിച്ച് ശ്വാസം കിട്ടാതെ പുറത്തിറങ്ങി പറഞ്ഞു. എന്നാ അതിന് നിന്റെ നല്ല കുഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ജിനു പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ചോദിക്കുക, എടാ നിന്റേതാണോ കൊച്ചെന്ന് പുള്ളിക്കാരി ചോദിച്ചാൽ പുള്ളിക്ക് കേട്ട. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തനുജ ദേവൂസ്, അപ്പം തനു ദേവൂസ്, ഈ അമ്മയും മോളെയും അറിയാത്തവർ ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇവരെ ഇഷ്ടമാണ്, ഈ അമ്മയും മോളെ ഇഷ്ടമാണ്. അപ്പം ഈ അടുത്തൊരു സമയത്ത് ഇവരെ ഒരു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ കുടുംബ പ്രശ്നമായിട്ട് ജിനു ഗോപിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രസ് മീറ്റും അതുപോലെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട്, ഈ അമ്മയും ഈ മോളെയും സപ്പോർട്ട് ചെയ്തിട്ട് 2 വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു നിലപാടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത്. കാരണം ഒരു അമ്മയും മകളും, കാരണം അവർ ഒറ്റയ്ക്ക് കുറേ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവരെ കൊച്ചു സന്തോഷങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ കൂടെ പങ്കുവെച്ച് പോകുന്ന 2 പേരാണ്. അപ്പം എനിക്ക് അവരെ ഭാഗത്തുനിന്ന് എനിക്കങ്ങനെ ഒരു വലിയ തെറ്റുകളൊന്നും എനിക്ക് ഇങ്ങനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവരെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് 2 വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇപ്പം എന്താ പ്രശ്നം, ജിനു ഗോപിയായിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാം. കാരണം ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരൻ വേറൊരു വീണയെന്ന് പറഞ്ഞൊരു സ്ത്രീയോടൊപ്പം പോയി പുള്ളിക്കാരൻ താമസിക്കുകയാണ്. അപ്പം ലീഗലി ഇവർ ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും നിയമപ്രകാരം ഇവർ ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. അപ്പം ജിനു ഗോപി എന്ന് പറഞ്ഞ വ്യക്തി മിമിക്രിക്കാരനായിരുന്നു, കലാകാരനാണ്. പുള്ളി ഇപ്പോഴും ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരിയിലൊക്കെ പുള്ളിക്കാരൻ അഭിനയിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തനുജയുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു 3 ദിവസം മുമ്പ്, ഏകദേശം ഇപ്പം 4 ദിവസമായി, ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടായിരുന്നു. പിന്നെ ഇതിനെ പറ്റിയിട്ട് എന്താണെന്ന് ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്ന് ഞാൻ അവരൊരു ലൈവ് കാണാനിടയുണ്ടായി. ഇന്നലെ അവരൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന 4 ദിവസം മുമ്പാണ്. ഓക്കെ, അപ്പോൾ ഈ തനുജ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലൈവിൽ വരില്ല. സ്ഥിരമായിട്ട് ഇവർ ലൈവ് ചെയ്യാറുള്ളതാണ്. ഇവരെ വിശേഷങ്ങളും ഇവരെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇവരെല്ലാ ദിവസവും ലൈവിൽ വരാറുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലൈവിൽ വരില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് വടകര സാറിന് ഹോസ്പിറ്റലിൽ പോയി MRI സ്കാൻ ചെയ്യണം. അവിടെ തന്നെ ന്യൂറോ ഡോക്ടറെ കാണണം. എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. ഏകദേശം 1 ലക്ഷം പേരൊക്കെ, 1 ലക്ഷത്തിന് മേലെ ആൾക്കാർ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ട് എതിർ ടീമുകൾ ആരും സന്തോഷിക്കേണ്ട. അസുഖം ആർക്കും വരാം, എപ്പം വേണമെങ്കിലും വരാം. ശരിയാണ്, അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അഹങ്കരിച്ച് ജീവിക്കാൻ പാടില്ല. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു സമയത്ത് നല്ല കാലം വന്നാലും അപ്പം കൂടുതലും നല്ല കാലം വരുമ്പോഴാണ് എല്ലാവരും അഹങ്കാരികളാവുന്നത്. അപ്പം നമ്മൾ ഈ ഭൂമിയിലെ മണ്ടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു 60-70 വയസ്സ് വരെയൊക്കെ കിട്ടിയാൽ അത് ഭാഗ്യമെന്ന് വേണം പറയാം. അപ്പം തുച്ഛമായിട്ടുള്ളൊരു കാലയളവിലേക്ക് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പം നമ്മൾ ഒരു കാര്യത്തിലും അഹങ്കരിക്കരുത്, ആരോടും വിദ്വേഷങ്ങൾ വെക്കരുത്, പക വെക്കരുത്. സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ആകെ ഒരു ലൈഫിലേ നമുക്കുള്ളൂ, അത് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പം ഇവരോട് എതിർപ്പുള്ള ഇവരോട് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കാണും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കാണും. അപ്പം അവരോടൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, ആരും എതിർ ടീമുകൾ ആരും സന്തോഷിക്കേണ്ട. അസുഖം ആർക്കും വരാം, എപ്പം വേണമെങ്കിലും വരാം. ഓക്കെ, എന്തായാലും അവർക്ക് എന്തെങ്കിലും അസുഖം കാര്യമായിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, അത് ഭേദമാക്കി കൊടുക്കട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പം
ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. ഈ തനുജ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് PCODയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീഡിയോസിനകത്ത് ഇവർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. PCODയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ണം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഓവർ വെയിറ്റ് ഉള്ളതുകൊണ്ട് കുറേ ബുദ്ധിമുട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇവർക്ക് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് കരുതി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഇവരെ ലൈവ് രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ലൈവ് ഇന്ന് ഞാൻ കാണാനിടയുണ്ടായി. അതിനകത്ത് ഇവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും ഞാനിവിടെ വയ്ക്കാം. അപ്പം അതിന് മുമ്പ് എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PCODയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, കാരണം ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനർ ആണ്. അപ്പം ആയിരുന്നു കേട്ടോ, ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു, ബോഡി ബിൽഡർ ആയിരുന്നു. അപ്പം ഈ PCODയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവർ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. റെഗുലറായിട്ട് തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഡെയിലി 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുക. മാക്സിമം എക്സസൈസ് ചെയ്ത് ബോഡി വിയർക്കാൻ ശ്രമിക്കുക. ബോഡി വിയർക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ബോഡി വിയർക്കണം. ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്യൂസിലോട്ട് പോത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവർ ഇന്നത്തെ ലൈവിനകത്ത് പറയുന്ന എന്താണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണാം. ഒരുപാട് പേര് ഷോർട്സ് ഇടുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റിയില്ല. ആശുപത്രിയിൽ പോയി പിന്നെ MRI സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് എന്നെ കയറ്റി വിടുന്നത്. പകുതിയായപ്പോൾ ഞാൻ ഒച്ചയിട്ട് അയ്യോ എന്നെ പുറത്തിറക്കുമോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ കമൻറ്റ് ഞാൻ നോക്കുന്നില്ലേ, ഞാൻ നിങ്ങൾ പറയട്ടെ, മരിച്ചു പോകുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ നാത്തൂനുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ ചേച്ചിയെ ഞാനുണ്ട്, മിനി ചേച്ചി ഞങ്ങൾ പേടിക്കല്ല, ഞാനുണ്ട് എന്ന്. ആ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് അവരൊന്ന് ഇത്ര വരെയേ പോവുള്ളൂ, കാണിച്ചു തരാൻ പറഞ്ഞ് പകുതി കയറ്റുമ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഒച്ച ഉണ്ടാക്കി. അപ്പോൾ അവർ തിരിച്ചിറക്കി. ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ അവൾ ഡോക്ടറെ അടുത്തോട്ട് ഓടിപ്പോയി പറഞ്ഞ ചേച്ചി അവിടെ ഭയങ്കര പ്രശ്നമാണ്, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് ഐഷയുടെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ എക്സ്റേയും കൊണ്ട് ഡോക്ടർ എടുത്ത് പോയി. അവളവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എടുക്കാനോ എക്സ്റേ അല്ല നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യണം. എക്സ്റേ എടുത്ത് വേഗം തന്നെ ഡോക്ടർ 4 മണിയായപ്പോൾ വന്നപ്പോൾ ഡോക്ടർക്ക് ഫസ്റ്റിൽ കയറി ഇവൾ റിസൾട്ട് കാണിച്ചു. എന്നെയും വിളിച്ച് വടകര സഹകരണ ആശുപത്രിയിൽ. പലർക്കും ആ മെഷീൻ്റെ പേരറിയത്തില്ല. പുള്ളിക്കാരി ഇപ്പം ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറിപ്പോയെന്നാണ് പറയുന്നത്. ആ മെഷീൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. മാഗ്നറ്റിക് ആണ് കേട്ടോ, മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് ഈ മെഷീൻ്റെ പേരറിയത്തില്ല. അപ്പം അതിനകത്ത് കയറി പോയപ്പോഴത്തേക്ക് ശരിയാണ്, ചില ആൾക്കാർക്ക് അതിനകത്ത് കയറി കിടക്കുമ്പോഴത്തേക്ക് പേടിയാവാറുണ്ട്. അപ്പം ഇവർക്കും അതേപോലെ ശ്വാസം മുട്ടൊക്കെ ഉണ്ടായെന്ന്, പേടി കാരണം ശ്വാസം മുട്ടൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ണമുള്ള ഇപ്പം ഈ തനുജയെ പോലത്തുള്ള സ്ത്രീകൾക്ക് ഇപ്പം തനുജയ്ക്ക് ഇപ്പം ഓൾറെഡി കുറച്ച് നല്ല ഓവർ വെയ്റ്റഡ് ആണ്. ഇപ്പം ഓൾറെഡി PCODയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പേ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ലൈറ്റായിട്ട് കാർഡിയോ ചെയ്ത് ഡെയിലി ലൈറ്റായിട്ട് കാർഡിയോ ചെയ്യണം. ഇപ്പം നിങ്ങളെ വീട്ടിൻ്റെ അവിടെ ഇപ്പം ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുന്ന പോലല്ല, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നടക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കിതയ്ക്കുകയും ശ്വാസം മുട്ടുണ്ടാവുകയും ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസ് വരികയും അതുപോലെ കിടക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതും ഈ തനുജയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഡെയിലി ഒന്നുകിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോയി കാർഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനോ പറ്റാത്തൊരാളാണെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ അവിടെ നടക്കാൻ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ രാവിലെ വൈകിട്ട്, ചില ആൾക്കാർ പോയി വൈകിട്ട് നടക്കുന്നതാണ്. ഒരിക്കലും വൈകിട്ട് നടക്കരുത്, രാവിലെ നടക്കാവൂ. രാവിലെ നടന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ടാവും കേട്ടോ. അപ്പം ഫാറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് ഫാറ്റ് ലോസും വെയിറ്റ് ലോസ് ആവാനും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലെ നടക്കുക, ലൈറ്റായിട്ടുള്ള എയറോബിക് വർക്കൗട്ടുകളൊക്കെ ചെയ്യുക, ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഹോം വർക്കൗട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം വർക്കൗട്ടായിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇവരെ അസുഖത്തിനെ പറ്റിയിട്ടും ഇവർക്ക് എന്താ സംഭവിച്ചതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, അതും കൂടെ നോക്കാം. ഡോക്ടർ ഇങ്ങനെ എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞ ഇത് കഴുത്തിൻ്റെ ഡിസ്ക് പുറത്തോട്ട് തള്ളിക്കിടക്കുക, ഞരമ്പെല്ലാം കൂടെ പെടഞ്ഞതായിട്ടൊക്കെ കിടക്കുക. അതുകൊണ്ടാണ് BP കൂടുമ്പോൾ തലവേദന കുറയാതെ പെയിൻ വരുന്നത്. ഒരു കാര്യം ചെയ്യും, ഇപ്പം വേദനയുടെ മരുന്ന് കഴിക്കും,
പിന്നെ കഴിച്ചിട്ട് നമുക്ക് നോക്കാം. എന്തായാലും MRI സ്കാൻ എടുക്കണം. അതിപ്പോൾ അല്ല, മോൾക്ക് വെക്കേഷനായിട്ട് ആശുപത്രി പോയി ഒരു ദിവസം അഡ്മിറ്റായിട്ട് ഉറക്കി കിടത്തിയിട്ട് എടുക്കണം. അല്ലാതെ എന്നെ നോർമലി എനിക്ക് എടുക്കാൻ പറ്റൂല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ ഇവിടെ നിന്ന് പോയിട്ട് പേടിച്ച് ശ്വാസം കിട്ടാതെ പുറത്തിറങ്ങി ഡ്രൈവർമാർ അവിടെ വന്നിരുന്നത്. അതുപോലെ ഭയങ്കര പ്രശ്നമുണ്ട്. എനിക്കത് ഒരു വിധത്തിൽ മാറിപ്പോയതാണ്, ആ പേടി ഇതെല്ലാം മാറിപ്പോയതാണ്. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പ്രശ്നത്തോടൊക്കെ വീണ്ടും അത് തിരിച്ചു വന്നു. പക്ഷെ അത് ഓക്കെ ആവും. ഓക്കെ, അതെവിടെ പോകാനാ. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഡിസ്ക് പുറത്തോട്ട് തള്ളിക്കിടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് റിസൾട്ട് നോക്കിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇപ്പം ഇത്ര ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓവർ വെയ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് മാത്രം അല്ല നമുക്ക് വരുന്നത്. ചില ഇപ്പം PCOD ഉള്ള ആൾക്കാർക്ക് വരാം, തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് വരാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഓവർ വെയ്റ്റഡ് തടി വരാൻ ചാൻസ് ഉണ്ട്. തടി വരുന്നുണ്ട്, ചാൻസ് ഉണ്ടെന്നല്ല, വരും. അപ്പം മാക്സിമം എക്സസൈസ് ചെയ്ത് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്ത് മാക്സിമം നല്ല ഡയറ്റൊക്കെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. ഈ പറഞ്ഞിട്ടുള്ള ഓവറായിട്ടുള്ള ഷുഗറി ഫുഡുകൾ, അതുപോലെ അമിതമായിട്ടുള്ള ഓയിലി ഫുഡുകൾ, അപ്പം ഇങ്ങനെയുള്ളതൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കി കളയുവാണെങ്കിൽ, നല്ല രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവർ ഇപ്പം ഈ തനുജയ്ക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഓവറായിട്ടുള്ള വെയിറ്റ് കാരണം ബോഡിയൊന്നും ഫ്ലെക്സിബിൾ അല്ലല്ലോ. അപ്പം നമ്മൾ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കഴുത്ത് തിരിക്കുന്ന സമയത്തോ നോർമലി ഇങ്ങനെ സംഭവിക്കും. ചിലപ്പോൾ ഡിസ്ക് ഒന്ന് തെറ്റാനോ അല്ലെങ്കിൽ ബോഡി ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് കുഴ തെറ്റാനോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ, ലൈറ്റായിട്ട് കാർഡിയോയെങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ തനുജയുടെ കേസ് പറയുവാണെങ്കിൽ, ഇപ്പം ഇത് കണ്ടിട്ട് ഞാൻ ഇവരൊരു ഷോർട്സ് വീഡിയോ കണ്ടു. ഷോർട്സ് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇപ്പം ഈ ജിനു കോട്ടയം ഇവരെ ഫാമിലി, പഴയ ഒരു ഫാമിലി ഫോട്ടോസാണ് ഞാൻ കണ്ടത്, ഒരു വീഡിയോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു സങ്കടമായിപ്പോയി. കാരണം നല്ല ഫീലായിപ്പോയി. കാരണം എന്ത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചൊരു ഫാമിലിയാണ്. നിമിഷ നേരം കൊണ്ടാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ മാറി ലൈഫിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അന്നത്തെ ഇപ്പം വീണ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഈ ജിനുവിൻ്റെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരെന്ത് സന്തോഷമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് ആ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവരെ ഇത് കണ്ട സമയത്ത് ആ ഷോർട്സ് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുന്നു, ആ ഫോട്ടോ കിടക്കുന്ന കണ്ടിട്ട് ജിനു ഗോപി കൊച്ചിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ദേവുനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കിടക്കുന്ന കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ അത് സങ്കടം തോന്നി. പക്ഷേ അതൊന്നും ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്നും ഇവിടെ നോക്ക്, കണ്ടുപോകും. എല്ലാവരും കണ്ടേ ആയിരിക്കാം, ജസ്റ്റ് ഒന്ന് ഞാൻ എന്നാലും വെക്കാം. കണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അത് അത്രയും നല്ല സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു ഫാമിലിയാണ് ഇവർ. ആ കുഞ്ഞിനോടൊക്കെ ഉള്ള, സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാർക്ക് അത്ര ആത്മാർത്ഥത ഉള്ള സ്നേഹമായിരുന്നു ഇവരോടൊന്ന് ഇതിലൂടെ മനസ്സിലാക്കാനേ ഉള്ളൂ. എന്ത് സന്തോഷത്തോടെയാണ് പുള്ളി ആ ഫാമിലി ഇവരോടൊപ്പം നിൽക്കുന്നത് അല്ലേ. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരാൾ കയറി വന്നപ്പം, വീണയെന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നപ്പോഴാണ് ഇതെല്ലാം തകിടം മറിയുന്നത് തന്നെ. പിന്നെ അങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, കുടുംബം തകരുന്ന തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പുതിയൊരാൾ കടന്നു വരുമ്പോഴത്തേക്ക്, അത് ഹസ്ബൻഡിനായാലും വൈഫിനായാലും ആർക്ക് ഇടയിലാണെങ്കിലും ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ കുടുംബം തകരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരെ ഈ ഫാമിലി, ഈ തനു ദേവൂസിൻ്റെ ഫാമിലി. സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും അല്ലേ. നല്ല രീതിയിലൊക്കെ ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇപ്പോഴും ആ കുഞ്ഞിന് ജിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. ഇപ്പം നമ്മൾ അടുത്ത സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് വിളിക്കുന്നതും ബർത്ത്ഡേക്ക് വരുമെന്നൊക്കെ ചോദിക്കുന്നതും അല്ലേ. പിന്നെ ആ DNA വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് DNA വീഡിയോയും കണ്ടതാണ്. അതുമാത്രമല്ല ഈ കൊച്ച് ജിനു, ഈ ദേവു എന്ന് പറയുന്ന കുട്ടി ജിനുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ജിനു പോകാൻ പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇതൊക്കെ എന്തെങ്കിലും ഒരു സമയത്ത് പുള്ളിക്കാരൻ മനസ്സിലാക്കും. കാരണം ഇവർ കടന്നുപോയ അവസ്ഥകളും ഇവരെ സങ്കടങ്ങളും
ഇവരനുഭവിച്ചതൊക്കെ പുള്ളിക്കാരെ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതല്ല 100% അങ്ങനെയാണ്. കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. കാരണം ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവർ എന്തെങ്കിലും മാരകമായിട്ടുള്ള എന്തെങ്കിലും കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇവരെ ഉപേക്ഷിച്ചല്ലേ ജിനു പോയത്. പിന്നെ ഇവർ നിയമ നടപടികളായിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാനുള്ള ചിലവിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 5 കൊല്ലമായിട്ട് കോടതി അതിന് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് കോടതി മറുപടിയും കൊടുത്തായിരുന്നു. പക്ഷേ ഇതുവരെ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും DNA കാര്യം ഈ അടുത്ത 1-2 ഇൻ്റർവ്യൂസൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ DNA കാര്യം അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. കേട്ടിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം. വന്നപ്പോൾ ഇങ്ങനത്തെ കാണിക്കുന്ന ഏത് ഒരു സ്ത്രീ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരു ഇച്ചിരിയെങ്കിലും ഒരു മനസാക്ഷിയിലൊരു സ്ത്രീയാണെങ്കിൽ പറയും, നിങ്ങൾ അവരെ കൂടെ ചെല്ല്, അവർക്ക് അഡ്രസ്സ് കൊടുക്കും. മോളെ എത്രയും വർഷത്തിന് ശേഷം കാണുകയല്ലേ, കുഞ്ഞിനോട് സംസാരിക്കുന്നല്ലേ, പറഞ്ഞു കൊടുക്കുക. ഇതല്ല, പുള്ളിക്കാരിക്ക് എല്ലാം വേണം, പക്ഷെ ഞങ്ങൾക്കൊന്നും തരാനും സമ്മതിക്കില്ല. അങ്ങനെയാണ് ആ DNA പ്രശ്നം ഉണ്ടായത്. DNA ആ റൂട്ടിൽ നിന്ന് പിന്നെ ഓട്ടോ കയറി ഇവർ പോകാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പോകരുത്, എനിക്ക് അഡ്രസ്സ് തരണം. അപ്പോൾ നീ സ്റ്റേഷനിലോട്ട് വാ. ഞാൻ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ഒരുമിച്ച് പോകാം, നിങ്ങൾ ഈ ഓട്ടോ കയറിയിട്ട് പോയി കഴിഞ്ഞ് ഞാനും മോളും എന്താവും. അങ്ങനെ ആ ഓട്ടോക്കാരൻ്റെ മുന്നെന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, അതിന് നിൻ്റെ നല്ല കുഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ജിനു പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുക, എടാ നിൻ്റേതാണോ കൊച്ചെന്ന്. പുള്ളിക്കാരി ചോദിച്ചാൽ പുള്ളിക്ക് കേട്ട് അല്ല. പെട്ടെന്ന് എന്നിട്ട് ഈ ഒരു സംഭവം ഫേസ്ബുക്കിലൊക്കെ വന്ന് ഭയങ്കര വാർത്തയായി. ഇപ്പം എന്നോട് വിളിച്ച് പറയാം, അതൊന്ന് ഡിലീറ്റ് ചെയ്യാവോ എന്ന്. ഞാൻ പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ DNA ചോദിച്ചല്ലേ, ഒരു പെണ്ണിൻ്റെ എന്താല്ലേ, ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ചോദിക്കുവാണ്, ഇത് എൻ്റെ കുഞ്ഞാണെങ്കിൽ DNA ടെസ്റ്റ്. ഈ വീഡിയോ എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഇതൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ചങ്ക് പിടയുന്ന ഒരിതാണ്. നമുക്കിതൊക്കെ ഒരു മോള് മുമ്പിൽ വെച്ചിട്ട് ഇത് എൻ്റെ കുഞ്ഞല്ല, ഇതെൻ്റെ കുഞ്ഞാണെങ്കിൽ DNA തെളിയിക്കാൻ പറയുന്നത് ഒന്ന് നോക്കിയാണ്. ആ കുഞ്ഞിൻ്റെ മുഖവും ആ ജിനുവിൻ്റെ മുഖവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടുപേരെയും മുഖഷേപ്പ് തന്നെ സെയിമാണ്, ഏകദേശം ഒരേപോലാണ്. പിന്നെ അതിൽ കൂടുതൽ എന്ത് DNA ആണ് വേണ്ടുന്നത് അല്ലേ? എന്തായാലും ഇവർ അടുത്ത സമയത്തൊക്കെ 2-3 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നീതി കിട്ടണം, ഇവർക്ക് നീതി കിട്ടണം, കുഞ്ഞിനും അമ്മയ്ക്കും. കാരണം അമ്മയ്ക്ക് ഞാൻ ആ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇനി നീതി കിട്ടണമെന്ന് വെച്ചാൽ അവർ 5 കൊല്ലം അവരെല്ലാം അനുഭവിച്ച് കഴിഞ്ഞു, ഒറ്റയ്ക്ക് എല്ലാം അനുഭവിച്ച് കഴിഞ്ഞൊരു സ്ത്രീയാണ്. അപ്പം ഇനി നീതി കിട്ടണമെന്ന് പറഞ്ഞാൽ അവരെ കുഞ്ഞിന് നീതി കിട്ടണം. നാളെ ഈ പറഞ്ഞിട്ടുള്ള തനുജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് മുമ്പോട്ട് ജീവിച്ചു പോകണമല്ലോ, കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം അതിന് എന്തെങ്കിലും ഒരു നീതി കിട്ടേണ്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും ഇവർക്ക് നീതി കിട്ടട്ടെ എന്നാണ് എനിക്കും ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പറയുന്നതും അതാണ്, ഇവർക്ക് നീതി കിട്ടണമെന്നാണ് പറയുന്നത്. എന്തായാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്.